കുറച്ചുനാൾ മുൻപ് ഒരു നടി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഫോട്ടോ ഇടുന്നു. ആ പോസ്റ്റിന് കീഴെ ആർത്തലച്ചെത്തി കടന്നൽക്കൂട്ടം. പിന്നാലെ ഒരേ അച്ചിൽ വാർത്താ കമന്റുകൾ. നിലപാടുകൾ കൊണ്ട് ഫീൽഡ് ഔട്ടായ അഹങ്കാരി, ഫെമിനിച്ചി, സൂപ്പർ താരങ്ങളെ പറയാൻ ഇവളാരും. കമന്റ് ബോക്സിൽ എഴുതിയതിൽ സഭ്യമായത് ഇത്രമാത്രം. തുടർന്ന് അങ്ങോട്ട് കേട്ടാലിറക്കുന്ന കൂട്ടച്ചുരിച്ചുകൾ. സൈബർ അറ്റാക്കിന്റെ ഭയാനകമായ വേർഷൻ എന്ന് തന്നെ പറയാം. ഇതിലൊന്നും ഒരു തരിമ്പ് പോലും കുലുങ്ങിയില്ല ആ നടി. നിലപാടുകളിൽ നിന്ന് അണുവിട മാറിയില്ല. ശബ്ദം കുറെ കൂടെ ഉച്ചത്തിലാക്കി, മുഖം കുറെ കൂടി ഉയർത്തി ചോദ്യങ്ങൾ ചോദിച്ചു. കമന്റുകൾ ഭയപ്പെടുത്തുന്നില്ല എന്ന ചോദ്യത്തോട് ആളുകൾ അവരുടെ സമയം മെനക്കെടുത്തുന്നു, ഞാൻ അഭിനയിക്കുന്നു എന്നായിരുന്നു മറുപടി. തെറ്റി ചൂണ്ടിക്കാണിക്കുന്നവർക്കൊപ്പം സിനിമാ ലോകം ഒരുമിച്ച് നിൽക്കുന്ന കാലം വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി നടി ആക്രമിക്കപ്പെട്ട കാലത്ത് അവർ ഉറക്കെ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ 1, 2, 3 എന്ന ക്രമത്തിൽ നമ്മൾ വാഴ്ത്തിയ, ആരാധിച്ച താരങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ ആദ്യ കയ്യടി ഈ നടിക്കാണ്, ഈ സ്ത്രീക്കാണ്, അവരുടെ നിലപാടുകൾക്കാണ്. ഇന്ന് ശക്തമായ കഥാപാത്രങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും ശ്രദ്ധേയായ പാർവതി തിരുവോത്തിന്. എനിക്ക് നിൽക്കുക ഇഷ്ടമല്ല, എനിക്ക് ഇരിക്കുക ഇഷ്ടം, എനിക്ക് ഒഴുകാൻ നടക്കുക, ഓടുക പോലല്ല, ഒഴുകുക. സെക്ഷൽ ഫേവേഴ്സിനെ ഒരു റൈറ്റ് ആയിട്ട് കരുതുന്ന ആൾക്കാരാണ്. അത് അവർ ചോദിച്ചിട്ടുണ്ട്. ഒരു രീതിയിലുള്ള ഒരു ഷെയിമുണ്ട്. സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല ജാഗ്രതയുടെ, അവയർനെസ് എന്നുള്ളതുമാണ് ജാഗ്രതയുടെ. അടിമുടി ആടി ഉലയുന്ന മലയാള സിനിമയിലെ ഈ തുറന്നു പറച്ചിലുകൾക്ക് തുടക്കമായത് ഒരു കൂട്ടം സ്ത്രീകളുടെ പരിശ്രമവും അവർ ഉയർത്തിക്കൊണ്ടുവന്ന WCC എന്ന സംഘടനയുമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെ ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന്